അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് KTMന്റെ പുതിയൊരു അഡ്വഞ്ചർ മെഷീനാണ്. ഓൾറെഡി എല്ലാവർക്കും അറിയാം KTM ഒറ്റൊരു അഡ്വഞ്ചർ മെഷീനാണ് ഇന്ത്യയിൽ ഇറക്കിയിരിക്കുന്നത്. ചെറിയൊരു മോട്ടോർ സൈക്കിളാണെന്ന് പറയാം. സബ് 500cc 500cc താഴെയുള്ള ഒരു 390cc ആയിട്ടുള്ള നമ്മുടെ ഡ്യൂക്കിൻ്റെ ഒരു സെയിം എഞ്ചിൻ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് KTM 390 അഡ്വഞ്ചർ എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിൾ. എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ ഫുൾ റിവ്യൂയിലേക്ക് തന്നെ കിടക്കാം. KTM 390 അഡ്വഞ്ചർ എന്ന് പറയുന്നത് KTMന്റെ തന്നെ അഡ്വഞ്ചർ 790 എന്ന് പറയുന്ന ഒരു ഓഫ് റോഡ് അഡ്വഞ്ചർ മെഷീൻ്റെ സെയിം ഡിസൈനിലാണ് KTM മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് KTM ഡെക്കാർ റാലി എന്ന് പറയുന്ന റേസ് ചാമ്പ്യൻഷിപ്പിൽ യൂസ് ചെയ്യുന്ന KTM 450 റാലി എന്ന് പറയുന്ന ഒരു മെഷീൻ്റെ ഒരു കുഞ്ഞിയ അനിയനാണ് KTM 390 അഡ്വഞ്ചർ എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ. KTM ഡ്യൂക്ക് 390യുടെ എഞ്ചിനാണ് KTM അഡ്വഞ്ചർ 390യിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ KTM ഡ്യൂക്ക് 390 ടോട്ടലി ഒരു അഡ്വഞ്ചർ മെഷീനായിട്ട് കൺവെർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ. ലോങ് ട്രാവൽ ആയിട്ടുള്ള സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അഡ്വഞ്ചറിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കാനായിട്ട് KTM ഈ ഒരു മോട്ടോർ സൈക്കിൾ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടിലും ബാക്കിലും WPയുടെ സസ്പെൻഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിന്റെ സസ്പെൻഷൻ ട്രാവൽ എന്ന് പറയുന്നത് 170 mm, ബാക്കിൽ സസ്പെൻഷൻ ട്രാവൽ എന്ന് പറയുന്നത് 177 mm ആണ്. അപ്പോൾ എന്തായാലും ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും KTM ഈ ഒരു മോട്ടോർ സൈക്കിളിൽ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന് ചെറിയൊരു വിൻഷീൽഡ് വന്നിട്ടുണ്ട്, നക്കിൾ ഗാർഡ് വന്നിട്ടുണ്ട്, വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആണ്. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള പാർട്സ് ആണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫ്യൂൽ ടാങ്ക് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫ്യൂൽ ടാങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള സീറ്റാണ്. നമുക്ക് റോയൽ എൻഫീൽഡ് ഹിമാലയന്റെ പോലെ ഒരു ഫോം ടൈപ്പ് സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് അല്ല KTM കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പില്ലിയൻ സീറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിയൊരു പില്ലിയൻ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാബ് ബാർ എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു ഗ്രാബ് ബാർ ആണ് KTM അഡ്വഞ്ചർ 390 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ കൊടുത്തിരിക്കുന്നത്. പിന്നീട് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ അപ്സെഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ചെറിയ എക്സോസ്റ്റ് ആണ്. നല്ലൊരു സൗണ്ട് തന്നെയാണ് ഈ ഒരു എക്സോസ്റ്റിനുള്ളത്. എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു എക്സോസ്റ്റ് നോട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ടോട്ടലി അടിഭാഗത്ത് ഒരു മെറ്റൽ ഫിനിഷറോടുള്ള സ്കിഡ് പ്ലേറ്റും അതുപോലെ തന്നെ കവർ ചെയ്ത് നിൽക്കുന്നത് പ്ലാസ്റ്റിക് ഫിനിഷർ കൂടിയിട്ടുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് ആണ് KTM ഈ ഒരു അഡ്വഞ്ചർ 390 എന്ന് പറയുന്ന ഈ ഒരു മെഷീനിൽ കൊടുത്തിരിക്കുന്നത്. ടോട്ടലി പുതിയൊരു ടെയിൽ ലൈറ്റ് ആണ് ഈ ഒരു മോട്ടോർ സൈക്കിളിന് KTM കൊടുത്തിട്ടുള്ളത്. വീൽസ് എന്ന് പറയുമ്പോൾ അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അലോയ് വീൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഓഫ് റോഡ് പർപ്പസിന് നമുക്കൊരു പരിധി വരെ മാത്രമാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഈ ഒരു മോട്ടോർ സൈക്കിൾ എടുത്തത് ഏകദേശം ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത മോട്ടോർ സൈക്കിൾ ഏകദേശം 2 വീക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 2300 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. നല്ല ഓഫ് റോഡ് കണ്ടീഷനിൽ ഓടിച്ചൊരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വീലില് അലോയിൽ ചെറിയൊരു ബെൻഡ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു വലിയൊരു പോരായ്മയായിട്ട് തന്നെ പറയാം. അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെൻഡ് ആയതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അഡ്വഞ്ചർ 390യിൽ യൂസ് ചെയ്തിരിക്കുന്ന മിറർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് KTM വന്ന ആ ഒരു സെയിം ഡിസൈനിലുള്ള മിറർ തന്നെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ വന്നിരിക്കുന്നത്. ഡിസൈനിങ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും സ്ലീക്ക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ്. അതുപോലെ തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ കർബ് വെയിറ്റ് എന്ന് പറയുന്നത് 158 കിലോഗ്രാം മാത്രമാണ്. പക്ഷേ ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 850 mm ആയിട്ടുള്ള ഒരു സീറ്റ് ഹൈറ്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ റോയൽ എൻഫീൽഡ് ഹിമാലയന്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 800 mm മാത്രമാണ്. ഈ ഒരു മോട്ടോർ സൈക്കിളിൽ യൂസ് ചെയ്തിരിക്കുന്ന ടയർ എന്ന് പറയുന്നത് മെറ്റ്സ്ലറിന്റെ ടുറാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടയറാണ്. ഈ ഒരു ടയർ നമുക്ക് കുറച്ചും കൂടി ഓൺ റോഡ് പർപ്പസിനാണ് കുറച്ചും കൂടി കംഫർട്ടായിട്ട് ഫീൽ ചെയ്തത്. കാരണം കുറച്ചും കൂടി നോബി ആയിട്ടുള്ള ടയർസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് റോഡ് പർപ്പസിന് യൂസ് ചെയ്യായിരുന്നു. പക്ഷേ ഇതിലുള്ള ടയർ എന്ന് പറയുന്നത് അത്രയും ഒരു നോബി ആയിട്ടുള്ള ഒരു ടയർ അല്ല. അതുകൊണ്ട് തന്നെ ഓൺ റോഡ് പർപ്പസിന് നല്ലൊരു കംഫർട്ട് തരുന്ന ടയറാണ്. ഓഫ് റോഡ് പർപ്പസിന് ഈ ടയർ ഓക്കെ എന്ന് മാത്രമാണ് പറയാനായിട്ട് സാധിക്കുക. നല്ലൊരു ടയർ നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിളിലെ ഓയിൽ റിസർവോയർ എന്ന് പറയുന്നത് നമ്മുടെ കൂളന്റിലേക്കുള്ള ഓയിൽ റിസർവോയർ നമ്മുടെ അടിഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഗിയർ ലിവറിന് തൊട്ട് മുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മോട്ടോർ സൈക്കിളിലെ ബ്രേക്സ് എന്ന് പറയുന്നത് ഫ്രണ്ടിലും ബാക്കിലും നല്ലൊരു ബ്രേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ബൈറ്റ് തരുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സസ്പെൻഷന്റെ കാര്യം നമുക്കറിയാം ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ ആണ്. അപ്പോൾ അതിൽ നിന്നും ഒരു നോൺ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. ഈ ഒരു മോട്ടോർ സൈക്കിളിന് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 3.85 ലക്ഷം രൂപയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ ഒരു മോട്ടോർ സൈക്കിളിനെ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ തന്നെ ആയിരിക്കും ഇന്ത്യയിലും വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അതിൽ നിന്നും വിപരീതമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു മോട്ടോർ സൈക്കിൾ വന്നിരിക്കുന്നത്. ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ട് ഫോർക്കിൽ ഒരു ഫോർക്ക് എന്ന് പറയുന്നത് റീബൗണ്ടിന് വേണ്ടിയിട്ടും ഒരു ഫോർക്ക് എന്ന് പറയുന്നത് കംപ്രഷന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റിയർ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ വന്നിരിക്കുന്ന മോഡലിൽ ആകെ നമുക്ക് പ്രീലോഡ് മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബോഡി പാനൽസിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹൈ ഫിനിഷർ കൂടിയിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബോഡി പാനൽസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് തീരെ സാറ്റിസ്ഫൈ ആവാത്തത് അലോയ് വീൽസും അതുപോലെ തന്നെ സസ്പെൻഷൻ മാത്രമാണ്. സസ്പെൻഷൻ വളരെ സ്റ്റിഫ് ആയിട്ടുള്ള സസ്പെൻഷൻ ആണ്.
അത് തന്നെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഒരു പോരായ്മ എന്ന് പറയുമ്പോൾ സസ്പെൻഷനും അതുപോലെ തന്നെ അലോയ് വീൽസ് ആണ്. ബാക്കിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും ഇതിന്റെ സസ്പെൻഷൻ സ്റ്റിഫ് ആയിട്ടുള്ള സസ്പെൻഷൻ ആണ്. ബാക്കിൽ സസ്പെൻഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷൻ ആണ്. ബാക്കിൽ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ സ്റ്റിഫ് ആയിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ്. എന്റെ വെയിറ്റിനനുസരിച്ചിട്ട് എനിക്ക് സസ്പെൻഷൻ സെറ്റ് ചെയ്തിട്ട് ഓടിക്കാൻ പറ്റിയിട്ടില്ല ബാക്ക്. ഫ്രണ്ടിൽ എന്തായാലും നമുക്ക് ഒന്നും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 62 കിലോയാണ്. അതുകൊണ്ട് തന്നെ ബാക്കിൽ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും കംഫർട്ട് ഉണ്ടായിരിക്കും. എന്നാലും അതൊരു പരിധി വരെ മാത്രമാണ് നമുക്ക് കംഫർട്ട് തരികയുള്ളൂ. കുറച്ചും കൂടി ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു റീബൗണ്ടും കംപ്രഷനും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സസ്പെൻഷൻ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരുന്നു. എഞ്ചിൻ എന്ന് പറയുന്നത് ഡ്യൂക്ക് 390 സെയിം എഞ്ചിൻ തന്നെയാണെന്ന് പറഞ്ഞു. ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് 373 cc ആയിട്ടുള്ള സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിന്റെ പവർ എന്ന് പറയുന്നത് 43 bhp ആയിട്ടുള്ള ഒരു പവറാണ്. അത് 9000 rpm. അതുപോലെ തന്നെ ടോർക്ക് എന്ന് പറയുന്നത് 37 Nm ഓഫ് ടോർക്കാണ്. അത് 7000 rpm. പിന്നെ ഈ ഒരു എഞ്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം നമ്മുടെ ഒരു ലോ സ്പീഡിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ത്രോട്ടിൽ വൈഡായിട്ട് ഓപ്പൺ പിടിച്ച് നിൽക്കുക തന്നെ വേണം. നമ്മളിപ്പോൾ റോയൽ എൻഫീൽഡ് ഹിമാലയ എന്ന് പറയുന്നത് നമുക്കറിയാം ലോങ് സ്ട്രോക്ക് ആയിട്ടുള്ള എഞ്ചിനാണ്. അതിന്റെ ഒരു ഫീൽ ഡിഫറെന്റ് തന്നെയാണ്. ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മൾ ത്രോട്ടിൽ 3000 rpm മുകളിൽ പിടിച്ചാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു മോട്ടോർ സൈക്കിൾ ലോ സ്പീഡിലാണെങ്കിലും ഓടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ ത്രോട്ടിൽ ഓപ്പൺ ചെയ്ത് പിടിക്കണം എന്നുള്ളത് ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് ഒന്നും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പലരും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. ഫ്രണ്ടിലെ സ്പ്രോക്കറ്റ് ഡ്യൂക്ക് 250 സ്പ്രോക്കറ്റ് ഇട്ടിട്ട് ആ ഒരു പ്രോബ്ലം അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളത് ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടിരുന്നു. പക്ഷെ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും ചിലപ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അധികം ചെറിയൊരു സ്പീഡിൽ പോലും ത്രോട്ടിൽ അധികം ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ വെയിറ്റ് തന്നെയാണ്. ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 158 കിലോഗ്രാം മാത്രമാണ്. നമ്മുടെ പുതിയ റോയൽ എൻഫീൽഡ് ഹിമാലയ എന്ന് പറയുന്നത് ഏകദേശം 200 കിലോഗ്രാമിന്റെ അടുത്ത് വെയിറ്റ് വരും. ഈ ഒരു മോട്ടോർ സൈക്കിൾ ക്രാഷ് ആയി തന്നെ നമുക്ക് എടുക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. ഓടിക്കാനാണെങ്കിലും നമുക്ക് വളരെയധികം ലൈറ്റ് ഫീൽ തന്നെയാണ് തരുന്നത്. ഈ ഒരു മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ട്രെല്ലീസ് ഫ്രെയിം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 200 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു മോട്ടോർ സൈക്കിളിന് ഏകദേശം ഞാൻ വിലയുടെ കാര്യം നമ്മളോട് പറഞ്ഞു 3.85 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമുക്ക് മിസ് ചെയ്തിരിക്കുന്നത് സസ്പെൻഷൻ തന്നെയാണ്. മെയിൻ മിസ്സിംഗ് എന്ന് പറയുന്നത് സസ്പെൻഷൻ ഒരു സ്റ്റിഫ് ആയിട്ട് സസ്പെൻഷൻ ആണ്. ഫുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷൻ അല്ല. അതുപോലെ തന്നെ വീൽസ് എന്ന് പറയുന്നത് അലോയ് വീൽ ആണ്. അലോയ് വീലിന് പകരം സ്പോക്ക് വീൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഓഫ് റോഡ് പർപ്പസിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ KTM മോട്ടോർ സൈക്കിൾ ഈ ഒരു അഡ്വഞ്ചർ 390ക്ക് പവർ പാർട്സ് വന്നിട്ടുണ്ട്. അത് ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെ ഈ ഒരു പവർ പാർട്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് ഈ ഒരു പവർ പാർട്സ് എപ്പോൾ എത്തുക എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയില്ല. പിന്നീട് എടുത്തു പറയേണ്ടത് ഈ ഒരു KTM 390 അഡ്വഞ്ചറിന്റെ ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് ആണ്. ഈ ഒരു പ്രൈസിനനുസരിച്ചിട്ടുള്ള ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് കൊടുക്കാനായിട്ട് KTM മോട്ടോർ സൈക്കിൾ ശ്രമിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ട്രാക്ഷൻ കൺട്രോൾ, കോർണറിംഗ് ABS, ഓഫ് റോഡ് ABS, KTM മൈ റൈഡ്, സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, അതുപോലെ തന്നെ ഓപ്ഷണൽ ആയിട്ട് 10x10 നേവിഗേഷൻ. ഒരു 600 രൂപ കൂടി കൊടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 10x10 നേവിഗേഷനും ഈ ഒരു മോട്ടോർ സൈക്കിളിൽ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ പറയാനായിട്ടുള്ളത് ബൈഡയറക്ഷൻ ആയിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്റർ ആണ്. ബൈഡയറക്ഷൻ ആയിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ക്വിക്ക് ഷിഫ്റ്റർ തന്നെയാണ്. ഇലക്ട്രോണിക്കിന്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല, അടിപൊളിയാണ്. ട്രാക്ഷൻ കൺട്രോൾ ആണെങ്കിലും വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അല്ലെങ്കിൽ വളരെ വലിയൊരു ഗ്രിപ്പി ആയിട്ടുള്ളൊരു ട്രാക്ഷൻ കൺട്രോൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ABS എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഓഫ് റോഡ് ABS എന്ന് പറയുന്നതും വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ നല്ല ഒരു നമുക്ക് നല്ലൊരു സ്റ്റെബിലിറ്റി തന്നെയാണ് നമുക്ക് ഓഫ് റോഡ് പർപ്പസിൽ ഓടിക്കുമ്പോൾ തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടയറും ഒരു നോബി ആയിട്ടുള്ള ഒരു ടയർസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് അടിപൊളിയായിട്ട് പൊട്ടിച്ച് ഓടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം KTM ഇലക്ട്രോണിക്കിന്റെ കാര്യത്തിൽ KTM നല്ലൊരു ഫീച്ചർ ആണ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഓഫ് റോഡിൽ ഓടിക്കുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ലൈറ്റ് വെയിറ്റ് ആയിട്ട് മോട്ടോർ സൈക്കിളാണ്. സിമ്പിൾ ആയിട്ട് ക്രാഷ് ആയാലും നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. കുറച്ചും കൂടി പെർഫോമൻസ് നമുക്ക് ഓഫ് റോഡിലും കൊടുക്കാനായിട്ട് സാധിക്കും. പവർ എന്ന് പറയുന്നത് 43 bhp ഓഫ് പവർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 3000 rpm മുകളിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മോട്ടോർ സൈക്കിൾ ജെറ്റ് തന്നെയാണ്. നമുക്ക് അടിപൊളിയായിട്ട് കൊടുത്തു തന്നെ ഓടിക്കാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്നത് സബ് ഫ്രെയിം ആണ്. ബാക്കിൽ സബ് ഫ്രെയിം ആണ് വരുന്നത്. നമ്മുടെ മെയിൻ ഫ്രെയിമിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സബ് ഫ്രെയിം ആണ്. ആ ഒരു സബ് ഫ്രെയിം ഒരു 4 ബോൾട്ടിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ്. അതിന്റെ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ക്രാഷിൽ ബാക്ക് മാത്രം ക്രാഷ് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഫ്രെയിം മാറ്റേണ്ട ആവശ്യമില്ല. സബ് ഫ്രെയിം മാത്രം നമുക്ക് മാറാനായിട്ട് സാധിക്കും. സബ് ഫ്രെയിം മാത്രം നമുക്ക് ആ 4 ബോൾട്ട് റിമൂവ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വലിയൊരു ഫീച്ചർ തന്നെയാണ്. കാരണം നമുക്ക് പറയാം ഇപ്പോൾ വലിയ അഡ്വഞ്ചർ മെഷീനിലൊക്കെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ട്രയംഫിന്റെ ടൈഗർ 900 റാലി അതുപോലെ തന്നെ 900 GT എന്ന് പറയുന്ന മോഡൽസിനും ഇതുപോലെ തന്നെ സബ് ഫ്രെയിം റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് ട്രയംഫ് അവരുടെ മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീച്ചർ തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ഇത് സബ് ഫ്രെയിം റിമൂവ് ചെയ്യുന്നത് ഓൾറെഡി എല്ലാ അഡ്വഞ്ചർ മെഷീൻസും അതുപോലെ തന്നെ ഡക്കാർ റാലിയിൽ യൂസ് ചെയ്യുന്ന മെഷീൻസിനും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
അതുപോലെ തന്നെ ഫ്രണ്ട് വീൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 19 ഇഞ്ച് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് വീലാണ് വരുന്നത്. ബാക്കിലെ വീൽ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 17 ഇഞ്ചോട് കൂടിയാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ വരുന്നത്. പിന്നെ എന്നെ അതിശയിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ആണ്. 14.5 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ആണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ വരുന്നത്. ഏകദേശം 400 കിലോമീറ്റർ റേഞ്ച് ആണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഫുൾ ടാങ്ക് ആണെങ്കിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചില്ല. പക്ഷേ കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറയുന്നത് 27.5 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. KTM അഡ്വഞ്ചർ 390യുടെ എഞ്ചിൻ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഒരു ലോങ് സ്ട്രോക്ക് ആയിട്ടുള്ള നമ്മുടെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ പോലത്തെ ഒരു എഞ്ചിൻ അല്ല. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ ലാസ്റ്റ് ആണ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നത്. മെയിനായിട്ട് ഹീറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, പുതിയ റേഡിയേറ്ററും അതുപോലെ തന്നെ ഹീറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നതും സൂപ്പർ ആയിട്ടുണ്ട്. അത് വലിയൊരു മാറ്റം തന്നെയാണ്. അവരുടെ പുതിയ റേഡിയേറ്ററിന്റെ ഡിസൈനിങ്ങിന്റെ മാറ്റം കൊണ്ട് തന്നെയായിരിക്കും ആ ഒരു ഹീറ്റ് ഇഷ്യൂ ഇപ്പോൾ ഇല്ലാത്തത്. ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അണ്ടിൽ ദെൻ ചാവോ.